നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. 9/2/2025 ഞായറാഴ്ച. കൊല്ലവർഷം 1200, മകരം 27, തിരുവാതിര നക്ഷത്രവും ശുക്ലപക്ഷ ദ്വാദശിയും വരുന്ന ദിവസം. 6:49 AM സൂര്യോദയം. സൂര്യാസ്തമയമാകട്ടെ 6:28 PM. 5:01 PM മുതൽ 6:28 PM വരെ രാഹുകാലവും ഗുളികകാലമാവട്ടെ 3:33 PM മുതൽ 5:01 PM വരെയും യമകണ്ഠകാലം 12:30 മുതൽ 2:05 PM വരെയുമാകുന്നു. അഭിജിത് മുഹൂർത്തം 12:15 PM മുതൽ 12:37 PM വരെ. 12:41 PM മുതൽ 1:03 PM വരെയും അഭിജിത് മുഹൂർത്തമാണ്. ഇനി ചന്ദ്രാഷ്ടമമാവട്ടെ വൃശ്ചികക്കൂറുകാർക്കാണ്. ഇനി നമുക്ക് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഞായറാഴ്ചയും തിരുവാതിര നക്ഷത്രവും ആയതിനാൽ എല്ലാവരും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. കാരണം സൂര്യൻ നിൽക്കുന്നത് 8ാം ഭാവത്തിലാണ്, അതായത് രാശിയുടെ 8ാം ഭാവത്തിൽ. അഷ്ടമത്തിൽ സൂര്യൻ ബുധനോടൊപ്പം നിൽക്കുന്നതിനാൽ വളരെയേറെ ഗുണങ്ങൾ ഉണ്ടാവും. അപ്പൊ സൂര്യഭഗവാനെ, മകരത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എല്ലാ രാശിക്കാർക്കും ഗുണഫലങ്ങൾ വരുന്നതാണ്. പ്രത്യേകിച്ചും മകരരാശിക്കാർക്ക് ഗുണഫലങ്ങൾ ധാരാളമായി വന്നു ചേരും. മിഥുനൻ രാശിക്കാരുടെ അഷ്ടമത്തിലാണ്. അതുപോലെ തന്നെ വ്യാഴം ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത്. ബുധനും സൂര്യനും കൂടി അഷ്ടമത്തിൽ. ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചസ്ഥയായി നിൽക്കുന്നു. മീനൻ രാശിയിൽ തന്നെ രാഹു നിൽക്കുന്നു. ശനിയാവട്ടെ കുംഭം രാശിയിൽ നിൽക്കുന്നു. കേതു കന്യരാശിയിൽ നിൽക്കുന്നു. ചന്ദ്രൻ മിഥുനൻ രാശിയിൽ, ചൊവ്വയും മിഥുനൻ രാശിയിൽ. അപ്പൊ ഈ ദിവസം പൊതുവെ 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് നൽകുന്നത്? സാമാന്യമായ ഗുണഫലങ്ങളൊന്ന് പരിശോധിച്ചു പോകാം. മേടം രാശി. മേടം രാശിക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അല്പസ്വല്പം പരിഹാരമുണ്ടാകും. 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഗുണഫലങ്ങൾ നൽകുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കൈവരും. ഔദ്യോഗിക സ്ഥാനമാറ്റങ്ങളും യാത്രാക്ലേശങ്ങളും ഉണ്ടാകാം. സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മനോവിഷമത്തിന് കാരണമാക്കും. ആഗ്രഹിച്ച വിദേശയാത്രയ്ക്ക് അനുമതി ലഭിക്കും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല അവസരം വന്നു ചേരും. വിട്ടുവീഴ്ച മനോഭാവം മൂലം ദാമ്പത്യ ഐക്യം വീണ്ടെടുക്കും. കർമ്മരംഗത്ത് അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകാം. ഗർഭിണികൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്ന് പ്രതീക്ഷിച്ച പുരോഗതി കുറയും. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കായി അല്പം പ്രാർത്ഥനകൾ ചെയ്യുന്നത് നന്നായിരിക്കും. ആഗ്രഹിച്ച വിവാഹം നടന്നു കിട്ടുവാനുള്ള സാധ്യതകൾ തെളിയുന്നു. പ്രതീക്ഷിച്ച ധനം കിട്ടാത്തത് മൂലം അല്പം സാമ്പത്തിക പ്രതിസന്ധിയും വന്നു ചേരാം. സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യം അല്പം വൈകിയാണെങ്കിലും ലഭിക്കും. ദീർഘകാലമായി ചികിത്സ നടത്തി വരുന്നവർക്ക് നല്ല ആശ്വാസം ലഭിക്കും. വസ്തു ക്രയവിക്രയത്തിന് ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം വന്നു ചേരും. പൊതുവെ ശിവക്ഷേത്രത്തിലോ നവഗ്രഹ ക്ഷേത്രത്തിലോ ദർശനം നടത്തി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെയേറെ ഗുണഫലങ്ങൾ നൽകും. എല്ലാവർക്കും രാവിലെ ഉണരുമ്പോൾ തന്നെ ആദിത്യ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യുന്നതും സൂര്യഗായത്രി ജപിക്കുന്നതും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും കൊണ്ട് വളരെയേറെ ഗുണഫലങ്ങൾ വരും. കഴിയുന്നതും ഓറഞ്ച് നിറത്തിലോ അരുണവർണ്ണത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. ഇടവം രാശി. ഇടവൻ രാശിക്കാർക്ക്
ചാരവശാൽ വ്യാഴം രാശിയിൽ തന്നെ നിൽക്കുന്നതിനാൽ സൽസന്താനാദിഭാഗ്യങ്ങൾ വരും. വിവാഹാദി സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകും. തൊഴിൽപരമായി അല്പം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നിക്ഷേപങ്ങൾ, ഓഹരി വിപണി തുടങ്ങിയവയിൽ നിന്നും ഒരു ലാഭം പ്രതീക്ഷിക്കാം. സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കും. റിയൽ എസ്റ്റേറ്റ്, ബിസിനസ് രംഗങ്ങളിൽ അല്പം പുരോഗതി പ്രതീക്ഷിക്കാം. ആരോഗ്യ വിഷമതകൾക്ക് അല്പം ശമനമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യയ്ക്കുള്ള പ്രവേശനം ലഭിക്കും. അശ്രദ്ധ മൂലം വാഹന അപകടം ഉണ്ടാവാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്രതീക്ഷിത യാത്ര വേണ്ടിവരും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിത നേട്ടങ്ങളും പ്രശസ്തിയും അല്പം ധനവർദ്ധനയും ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാണിക്കുവാൻ സാധിക്കും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യത്തിനുള്ള ഒരു യോഗവും തെളിഞ്ഞു വരുന്നതാണ്. കല, സാഹിത്യം, സിനിമ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗതി കൈവരും. മക്കളുടെ വിവാഹ ആവശ്യങ്ങൾക്കായി ധനം സംഭരിക്കുകയും അത് ഓരോരോ ആവശ്യങ്ങൾക്കായി ചിലവഴിക്കുകയും ചെയ്യും. പൊതുവേ പറഞ്ഞാൽ ഇടവൻ രാശിക്കാർക്ക് 9/2/2025 മുതലുള്ള ദിവസങ്ങൾ, അടുത്ത ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങൾ വളരെ നല്ല ഗുണഫലങ്ങളാണ് ഉണ്ടാവുക. എല്ലാവരും സൂര്യഭഗവാനെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. 9ാം ഭാവത്തിലാണ് സൂര്യഭഗവാൻ നിൽക്കുന്നത്. ബുധനോടൊപ്പം നിൽക്കുന്ന സൂര്യഭഗവാൻ പല പ്രവൃത്തികളിൽ നൈപുണ്യവും ഭാഗ്യവും വരുത്തി തരും. അതുകൊണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സൂര്യഭഗവാനെയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലധാര നടത്തുന്നതും വളരെ ഗുണഫലങ്ങൾ നൽകും. ത്രിപുരസുന്ദരി മന്ത്ര ബുധൻ സൂര്യനോടൊപ്പം നിൽക്കുന്നതിനാൽ നവഗ്രഹ ക്ഷേത്രത്തിൽ സൂര്യനും ബുധനും അർച്ചന ചെയ്യുന്നത് നന്നായിരിക്കും. ഞായറാഴ്ച ആയതുകൊണ്ട് അരുണവർണ്ണത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം. വ്യാഴം 12 നിൽക്കുന്നത് കൊണ്ട് വരവിനേക്കാൾ ചിലവ് കൂടുതലായിരിക്കും. യാത്രാ തടസ്സങ്ങൾ അല്പം മനോവിഷമത്തിന് കാരണമാക്കും. ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കും. ആഗ്രഹിച്ച് ഉറപ്പിച്ച സ്നേഹബന്ധത്തിന് മാതാപിതാക്കളുടെ പിന്തുണ ഉണ്ടാകും. ഊഹക്കച്ചവടത്തിൽ നിന്ന് പിന്മാറുന്നത് ഗുണകരമായിരിക്കും. ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പൂർവസ്വത്ത് തർക്കത്തിന് പരിഹാരമാകും. ബന്ധുക്കളിൽ നിന്ന് എതിർപ്പുണ്ടാകാം. പിതൃതുല്യർക്ക് ക്ലേശങ്ങളും വന്നു ചേരാം. വിവാഹകാര്യത്തിൽ കുട്ടികളുടെ തീരുമാനം അല്പം മനസ്സിന് വിഷമം വരുത്തുന്നതായിരിക്കും. സുഹൃത്തുക്കൾ വഴി അപവാദ ആരോപണങ്ങൾ അലട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശ ഉദ്യോഗത്തിന് ശ്രമിച്ചവർക്ക് അനുമതി ലഭിക്കുമെങ്കിലും അല്പം കാലതാമസം വരാം. വീടും ഭൂമിയും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരാം. പൊതുവേ പറഞ്ഞാൽ മിഥുനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് ഈ ഞായർ മുതൽ ഉണ്ടാകുന്നത്. ആയതിനാൽ സൂര്യഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അഷ്ടമഭാവത്തിലാണ് സൂര്യഭഗവാൻ വരുന്നത്. അല്പം പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. മിഥുനം രാശിക്കാർ അവരുടെ രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന കഴിക്കുന്നത്, സൂര്യഭഗവാന് നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നത്, സൂര്യ നമസ്കാരം ചെയ്യുന്നത്, ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് എല്ലാം ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. ശിവക്ഷേത്രത്തിൽ കൂവളമാലയും പിൻവിളക്കിൽ എണ്ണയും കൊടുക്കുന്നതും വളരെ നന്നായിരിക്കും. കർക്കിടകം രാശി.
കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 9/2/2025 മുതലുള്ള ഒരാഴ്ചക്കാലം കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉയർന്നു വരും. വിദേശയാത്ര വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാകാം. ഉദ്യോഗത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അല്പമൊക്കെ നടക്കും, കുറച്ചൊക്കെ മങ്ങിപ്പോവുകയും ചെയ്യും. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം വന്നു ചേരും. ആരോഗ്യസ്ഥിതി പതുക്കെ മെച്ചപ്പെട്ടു വരും. പുതിയ വാഹനം വാങ്ങുന്നതിനായി ധനം കണ്ടെത്തും. വിദേശ സഞ്ചാരത്തിന് വഴി തെളിയും. ഉദരവ്യാധി നിമിത്തം ചികിത്സ തേടേണ്ടതായി വരും. നിശ്ചയിച്ചുറപ്പിച്ച തീരുമാനങ്ങൾക്ക് മാറ്റം വരാം. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിക്കേണ്ടതായി വരും. ആഗ്രഹിച്ച വിവാഹത്തിന് തീരുമാനമാകും. അസുഖം മൂലം ക്ലേശിക്കേണ്ടതായ അവസ്ഥ വരും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. കരാർ അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ കൂടുതൽ നേട്ടം നൽകും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും വേണ്ടി സമയം ചിലവഴിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശത്തിനുള്ള വഴി കണ്ടെത്തും. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഐക്യത നിലനിർത്തുവാൻ നന്നേ പാടുപെടും. കുട്ടികൾക്ക് പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കും. ആഗ്രഹിച്ച സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനുള്ള യോഗവും കിട്ടുന്നു. വ്യാഴം 11ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും ശനി അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും ഞായറാഴ്ച ദിവസം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശനീശ്വരനെ പ്രാർത്ഥിക്കുകയും സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകം കഴിക്കുന്നതും ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. വിഷ്ണുപ്രീതികരമായ സഹസ്രനാമാർച്ചനയും വളരെ ഗുണം നൽകുന്നതാണ്. ആദിത്യഹൃദയ മന്ത്രം നിത്യം ജപിക്കുന്നതോടുകൂടി എല്ലാവിധ കഷ്ടങ്ങളും മാറിക്കിട്ടും. ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 9/2/2025 ഞായറാഴ്ച മുതലുള്ള ഒരാഴ്ചക്കാലം സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ വ്യാഴം 10ലും ശനി 7ാം ഭാവത്തിൽ കണ്ടകശനിയുടെ രൂപത്തിലും നിൽക്കുന്നത് കൊണ്ട് രാശിനാഥനായ സൂര്യനെ പ്രാർത്ഥിക്കുന്നത്, ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയിൽ പ്രതീക്ഷിച്ച രീതിയിൽ വിജയം കൈവരും. സാഹിത്യം, കല, കായികം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പ്രശസ്തിയും ലഭിക്കും. സൂക്ഷ്മക്കുറവ് മൂലം വാഹന അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. വ്യാപാര, വിപണന, വിതരണ മേഖലകളിൽ നേരിയ പുരോഗതി ഉണ്ടാകും. ഏറ്റെടുത്ത ദൗത്യം വിജയപഥത്തിൽ എത്തിക്കുവാൻ വളരെയേറെ ശ്രമിക്കേണ്ടതായി വരും. ഈശ്വര പ്രാർത്ഥന മൂലവും ചികിത്സ മൂലവും സന്താന സൗഭാഗ്യം ഉണ്ടാകും. അസ്ഥി, വാത ദോഷങ്ങൾ, നീർദോഷങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ വളരെ ശ്രമം നടത്തേണ്ടി വരും. എന്നിരുന്നാലും കണ്ടകശനിക്കാലമായതുകൊണ്ട് അല്പം കഷ്ടതകൾ അനുഭവിക്കാതെ തരമില്ല. ഔദ്യോഗികമായി ഉത്തരവാദിത്വം വർദ്ധിക്കും. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് മൂലം അപവാദ ആരോപണങ്ങൾ നേരിടേണ്ടതായി വരും. ഉപരിപഠനത്തോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും. ബന്ധുക്കളുടെ സഹായം അല്പം അരോചകമായി തോന്നാം. വീണ്ടു വിചാരമില്ലാതെ പല കാര്യങ്ങളിലും എടുത്തു ചാടി പ്രവർത്തിച്ച് മനോവിഷമത്തിന് കാരണമാകും. തൊഴിൽ രംഗം തൃപ്തികരമായിരിക്കും. പുറം വേദനയും വൃക്കകൾക്ക് അസ്വാസ്ഥ്യവും വരാം. യൂറിനറി ഇൻഫെക്ഷൻ വരുവാനുള്ള സാധ്യതയുമുണ്ട്. വിദഗ്ധ ചികിത്സ തേടേണ്ടതുണ്ട്. ദൂരയാത്രയ്ക്ക് അവസരം ഉണ്ടാകും. ദോഷപരിഹാരത്തിനായി നാഗദേവതകൾക്ക് നൂറുമ്പാല സമർപ്പിക്കുന്നത്, ശിവങ്കൽ കൂവളമാല സമർപ്പിക്കുന്നതും പിൻവിളക്ക് തെളിക്കുന്നതും നമശിവായ 108 പ്രാവശ്യം മുടങ്ങാതെ ജപിക്കുന്നതും
ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും ഗോൾഡൻ സൺറൈസ് എന്ന സ്വിച്ച് വേർഡ് നിരന്തരം ജപിച്ചു കൊണ്ടിരിക്കുന്നതും എല്ലാവിധ കഷ്ടങ്ങളിൽ നിന്നും മോചനം നൽകും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 9/2/2025 ഞായറാഴ്ച അല്പസ്വല്പം ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഈ ഒരാഴ്ചക്കാലം ദാമ്പത്യ അസ്വസ്ഥതകൾ വർദ്ധിക്കും. കാരണം രാശിയിൽ തന്നെ കേതുവും 7 സർപ്പവും നിൽക്കുന്നതിനാൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പലവിധ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദരരോഗം, പ്രത്യേകിച്ച് അൾസർ, അപസ്മാരം തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെയും ആശ്വാസകരമായ അവസ്ഥ ആയിരിക്കുകയില്ല. അവർക്കും ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടതായി വരാം. തൊഴിൽ സ്ഥലത്ത് അസ്വസ്ഥതകളും വർദ്ധിക്കാം. അശ്രദ്ധ മൂലം വാഹനാപകടവും വരാം. ഉചിതമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം ഫുഡ് പോയിസണോ അല്ലെങ്കിൽ ദഹനക്കേടോ സംഭവിക്കാം. മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതായി വരും. വേണ്ടപ്പെട്ടവരുടെ ദേഹവിയോഗം അല്പം മനസ്സിന് ദുഃഖം വരുത്തുന്നതായിരിക്കാം. ഭൂമി ഇടപാടുകളിൽ നിന്ന് പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കില്ല. ഉടമ്പടികളും കേസുകളും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതിസാമർഥ്യം കാണിക്കുന്ന പോലും അല്പം സ്വല്പം നഷ്ടങ്ങളും വരാം. എന്നാൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ടാകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ടതായി വരും. വിദ്യാഭ്യാസ പഠന ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് ആവശ്യമായ കൂടുതൽ പ്രയത്നം ചെയ്യേണ്ടി വരും. വ്യാപാര വ്യവസായ വിതരണ രംഗത്ത് പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കും. തൊഴിൽ മേഖലയിൽ അത്യധ്വാനം വരുമെങ്കിലും അവിചാരിതമായ ധനലാഭം ഉണ്ടാവാം. ദാമ്പത്യ ഐക്യം ഉണ്ടാകും. പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്തതുപോലെ അല്പം മനോവിഷമം ഉണ്ടാകും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലം നാഗദേവതകൾക്ക് എന്തെങ്കിലും മഞ്ഞൾപ്പൊടിയോ നുറുമ്പാടോ ഒക്കെ സമർപ്പിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് മൂലം എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കുവാൻ അസാധിക്കും. കഴിയുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനകൾ നടത്തുന്നത് കർമ്മസംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റുന്നതിന് സഹായകമാകും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 9/2/2025 മുതലുള്ള ഒരാഴ്ചക്കാലം വ്യാപാര മേഖലയിൽ പ്രതീക്ഷിച്ചതിലുപരി നേട്ടങ്ങൾ ഉണ്ടാകും. നിയുക്ത പദവിയിൽ നിന്ന് അല്പം സ്ഥാനമാറ്റം വരും. ആഹാര പദാർത്ഥങ്ങളിലുള്ള അപാകത മൂലം ഉദരരോഗം വരുവാനുള്ള സാധ്യത കാണുന്നു. പദ്ധതി ആസൂത്രണത്തിൽ വിജയവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാനും യാത്ര ചെയ്യുവാനുമുള്ള യോഗം ഉണ്ടാകുന്നു. യാത്രാക്ലേശം വർദ്ധിക്കുമെങ്കിലും മനസ്സിന് ഒരു സന്തോഷവും ഉന്മേഷവും ലഭിക്കും. അമിതാധ്വാനത്താൽ ദേഹത്തിന് ക്ഷീണം അനുഭവപ്പെടുക, പ്രമേഹം, കഫം, വാതം തുടങ്ങിയ അസ്വാസ്ഥ്യങ്ങൾ വരുവാനുള്ള യോഗം കാണുന്നു. വാഹനം വാങ്ങുവാനുള്ള യോഗവും വന്നു ചേരും. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. വാഹനം വാങ്ങുന്നതോടൊപ്പം തന്നെ ആഗ്രഹിക്കുന്നവർക്ക് വാഹന ക്രയവിക്രയവും നടക്കുന്നതാണ്. കേസുകളൊക്കെ ഒത്തുതീർപ്പിനായി ശ്രമിക്കും. ചികിത്സകൾ ഫലപ്രാപ്തിയിലെത്തും. സുഖസൗകര്യങ്ങൾക്കായി ധനം ചെലവഴിക്കും. വിലപിടിപ്പുള്ള ഉപകരണങ്ങളോ ആഭരണങ്ങളോ നഷ്ടപ്പെടുവാനുള്ള യോഗം കാണുന്നു. വിദേശത്ത് തൊഴിലിനായും സന്ദർശനത്തിനായും പോകുന്നതിന് അവസരം ലഭിക്കുമെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അല്പസ്വല്പം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരും. വൈറൽ ഫീവറോ അതുപോലെ തന്നെ ടൈഫോയിഡ് പോലെയുള്ള അസുഖങ്ങളോ വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നു. ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് ഗർഭാശയ രോഗങ്ങൾക്കും അവസരം ഉണ്ടാകുന്നു. ആയതിനാൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ആഹാരകാര്യങ്ങളിലും അതുപോലെ തന്നെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വരാതിരിക്കുന്നതിനും പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന വ്യാഴം അഷ്ടമത്തിലായതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും സൂര്യഭഗവാന്
നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചന നടത്തുന്നതും 9 പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുന്നതും ചുവന്ന വസ്ത്രങ്ങൾ ഞായറാഴ്ചകളിൽ ധരിക്കുന്നതും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് സൂര്യ നമസ്കാരം ചെയ്യുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 9/2/2025 മുതലുള്ള ഒരാഴ്ചക്കാലം സാമാന്യം നല്ല ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. സൂര്യഭഗവാൻ 3ാമത്തെ രാശിയിൽ നിൽക്കുന്നു, ബുധനോടൊപ്പം നിൽക്കുന്നുണ്ട്. സഹോദര ഗുണങ്ങളെ പ്രതീക്ഷിക്കാം. മക്കളെ കൊണ്ട് സന്തോഷം വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് തൃപ്തി ഉണ്ടാവും. ഉദ്യോഗ കയറ്റത്തിന് സാധ്യതയുണ്ട്. സ്വജന വിരോധം വർദ്ധിക്കും. ഔദ്യോഗിക രംഗത്ത് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ മാനഹാനിയും സ്ഥാനം തന്നെ ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യവും വന്നു ചേരും. ഉന്നത പരീക്ഷകളിൽ വിജയശതമാനം വർദ്ധിക്കും. വ്യാപാരികൾക്ക് അവസരം അനുകൂലമാവും. വാഹനം മാറ്റിവാങ്ങുന്നതിന് ശ്രമിക്കും. മാതൃതുല്യരായവരുടെ വിയോഗം അല്പം മനസ്സിന് ചാഞ്ചല്യം വരുത്തുന്നതാണ്. കർമ്മമേഖലയിൽ അത്യുദ്ധാനം വേണ്ടിവരും. മക്കൾ വിവാഹാവശ്യത്തിനായി ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കേണ്ടതായി വരും. ശിരോരോഗങ്ങൾക്ക് യോഗം കാണുന്നു. ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നത്, കണ്ടകശനിക്കാലമായതുകൊണ്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും ഞായറാഴ്ച ദിവസം ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും സൂര്യ നമസ്കാരം ചെയ്യുന്നതും ഗോൾഡൻ സൺറൈസ് എന്ന് എപ്പോഴും ജപിക്കുന്നതും വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ധനുരാശിക്കാർക്ക് 9/2/2025 മുതലുള്ള ഒരാഴ്ചക്കാലം അല്പം ഗുണഫലങ്ങൾ നൽകുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമാകും. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷനുള്ള ഓർഡറുകൾ ലഭിക്കും. വ്യാപാര വിപണന രംഗത്ത് പുരോഗതി കുറയും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും കൊണ്ട് പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. തുടങ്ങി വച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുമെങ്കിലും വിജയം അല്പം പിന്നിലാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അലസത പ്രകടിപ്പിക്കും. ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രഹം വിട്ടുനിൽക്കുന്നുള്ള സാഹചര്യം ഉണ്ടാകും. അന്യദേശത്ത് വസിക്കുന്നവർക്ക് തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. കോടതി പരിഗണനയുള്ള കേസുകളിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാകാം. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് ലഭിക്കുമെങ്കിലും അല്പം ആശയക്കുഴപ്പത്തെ നേരിടേണ്ടതായി വരും. അപവാദ ആരോപണങ്ങൾ ഉണ്ടാകും. പണച്ചിലവുകൾ വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകും. വസ്തു സംബന്ധമായ വാക്തർക്കങ്ങളും വരാം. കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടാകും. ബന്ധുജനങ്ങളുടെ വേർപാട് മനസ്സിന് വിഷമം ഉണ്ടാക്കും. ക്രയവിക്രയ രംഗത്ത് നഷ്ടങ്ങൾ വന്നു ചേരും. ഔദ്യോഗിക ഉത്തരവാദിത്വം വർദ്ധിക്കും. വിട്ടുവീഴ്ച മനോഭാവം മൂലം ദാമ്പത്യ ഐക്യം വീണ്ടെടുക്കും. ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുന്നതും ശനി അഷ്ടോത്തരം ജപിക്കുന്നതും ഞായറാഴ്ചകളിൽ വേദസാര ശിവസഹസ്രനാമം ജപിക്കുന്നത്, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത്, ഗോൾഡൻ സൺറൈസ് എന്ന് എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ദോഷഫലങ്ങളുടെ കാഠിന്യങ്ങൾ കുറച്ച് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും. വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയമാണ്. തൊഴിൽ രംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. അസമയത്തെ യാത്രകളും ദീർഘദൂര യാത്രകളും വാക്തർക്കങ്ങളും ഒഴിവാക്കേണ്ടതാണ്. ധനാഗമങ്ങൾക്കൊപ്പം അല്പം ചിലവും അധികമായി വരുന്നതാണ്. വീട്ടിലെ അസ്വസ്ഥതകൾ തുടരും. ഉറക്കം അല്പം കുറയും. ഏത് കാര്യവും മുൻവിധിയോടുകൂടി എടുത്തു ചാടി ചെയ്യുന്നത് അപകടമുണ്ടാക്കാം. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ സമർത്ഥമായി ചെയ്യുവാനാകും. കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കും. സുഹൃത കർമ്മങ്ങൾ ചെയ്യുവാനുള്ള യോഗമുണ്ടാകുന്നു. പിതൃസ്വത്ത് അനുഭവ യോഗമാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും.
കൂട്ടുകെട്ടുകൾ നിമിത്തം അപവാദങ്ങൾ ഉണ്ടാകാം. പൊതുവെ സുഖാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്നുള്ള സംരംഭം വിജയത്തിലെത്തിക്കും. മക്കളിൽ നിന്ന് സന്തോഷമുണ്ടാകാം. കല, സാഹിത്യ, സിനിമ എന്നിവ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. എന്നാൽ എല്ലാ കാര്യത്തിലും അല്പം മടി വരുന്നതാണ്. അലസത വന്നതിന് ശേഷം, അലസതയും ആലസ്യവും കാട്ടിയതിനു ശേഷം മാത്രമാണ് പ്രവർത്തന രംഗത്ത് വിജയം വരികയുള്ളൂ. അപ്പം ശാസ്താവിന് നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം കഴിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ ഗുണഫലങ്ങൾ ചെയ്യും. സാധിക്കാത്തവർ ജലധാരയെങ്കിലും നടത്തുന്നത് നന്നായിരിക്കും. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും വീട്ടിലെ പ്രായമായവർക്ക് അവരുടെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ പതിക്കേണ്ടതാണ്. സൂര്യഭഗവാനെ നിത്യം പ്രാർത്ഥിക്കുന്നത് മൂലം എല്ലാ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതാണ്. കുംഭം രാശി. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം ആശ്വാസത്തിന്റെ സമയമാണ്. ധനലാഭത്തോടൊപ്പം ധനനഷ്ടവും ഉണ്ടാവും. പ്രതീക്ഷിക്കുന്ന ധനത്തിന് തടസ്സങ്ങൾ വന്നു ചേരാം. ശാരീരിക ബുദ്ധിമുട്ടുകളും വന്നു ചേരാം. ചിലപ്പോൾ ജയിൽവാസത്തിന് പോലും യോഗമുണ്ടാകുന്നു. ദാസ്യപ്രവൃത്തി ചെയ്യുവാനുള്ള അവസരവും വന്നു ചേരും. നീചപ്രവൃത്തികളിൽ താല്പര്യം വർദ്ധിക്കും. കീഴ് ജീവനക്കാരുമായി കലഹങ്ങളിൽ ഏർപ്പെടും. രോഗാരിഷ്ടതകൾ വർദ്ധിക്കും. ദീർഘകാലമായ ചികിത്സയിൽ ഏർപ്പെട്ടിരുന്നവർക്ക് രോഗം ഭേദമാകുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. വിദേശത്ത് ജോലിയുള്ളവർക്ക് അനുകൂല സമയമാണ്. രേഖയില്ലാത്ത പണമിടപാടുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക ഞെരുക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജന്മശനി കാലമായതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ചു വേണം ധനമിടപാടുകൾ ചെയ്യുവാനും. കർമ്മരംഗത്തെ പ്രവർത്തനങ്ങൾ വളരെ സൂക്ഷ്മമായി ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. ഈശ്വരാധീനത്താൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. യാത്രാവേളയിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പറഞ്ഞതിനനുസരിച്ച് വാക്ക് പാലിക്കാൻ കഴിയാത്തതിനാൽ മനപ്രയാസത്തോടുകൂടി ആത്മഹത്യ ഭീഷണി വരെ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ കടക്കാരുടെയൊക്കെ ഇടപെടൽ മൂലം ജീവൻ അവസാനിപ്പിച്ചേക്കാമോ എന്ന് തോന്നൽ വരെ വരാം. പക്ഷെ സൂര്യഭഗവാനെ നിത്യം പ്രാർത്ഥിക്കുന്നത് മൂലം, വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരും. ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിച്ച് കഷ്ടതകളെല്ലാം മാറുന്നതിന് വേണ്ടി മനസ്സ് നേർന്ന് പ്രാർത്ഥിക്കുക. രാത്രി സമയങ്ങളിൽ വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കഷ്ടങ്ങളും മാറിക്കിട്ടും. മീനൻ രാശി. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനം വരുവാനുള്ള പലവിധ മാർഗങ്ങൾ തെളിഞ്ഞു വരും. സൽകീർത്തി ഉണ്ടാകും. വിവാദങ്ങളിൽ അല്പസ്വല്പം വിജയമുണ്ടാകും. തൊഴിൽ രംഗത്ത് മെച്ചമുണ്ടാകുമെങ്കിലും ഉദ്ദേശിച്ച പുരോഗതി ലഭിക്കുകയില്ല. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന പുരോഗതി ലഭിക്കാം. ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. ദാമ്പത്യ ജീവിതം അത്ര ഗുണകരമായിരിക്കില്ല. ഗൃഹനിർമ്മാണം, വാഹനം വാങ്ങുക, വാഹനങ്ങളുടെ ക്രയവിക്രയ ഇവയൊക്കെ ചെയ്യുന്നതിൽ അല്പം ലാഭം പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുമെങ്കിലും വിജയം അത്ര ഉറപ്പല്ല. പെട്ടെന്നുണ്ടാകുന്ന പണച്ചിലവിനായി വല്ലാത്ത സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കും. മാതാവിൻ്റെ അസുഖത്തിന് അല്പം ശമനമുണ്ടാകും. അകന്നിരിക്കുന്ന കുടുംബാംഗങ്ങളുമായി യോജിക്കുവാനാകും. മുൻകോപം നിയന്ത്രിക്കണം. വിവാഹാലോചനകളിലും മറ്റും അനുകൂലമായ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ തൊഴിൽ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കും. കൂട്ടു ബിസിനസ്സിൽ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുകയും പരസ്പരം ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. ദോഷപരിഹാരത്തിനായി അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തുന്നത്, ശിവങ്കൽ ജലധാര നടത്തുന്നത്, ഭഗവതി സേവ ചെയ്യുന്നത്, ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി
പിൻവിളക്കും ജലധാരയും നടത്തുന്നത്, ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് എല്ലാം സൽഗുണങ്ങൾ നൽകും. പൊതുവെ 27 നക്ഷത്രക്കാർക്കും 12 രാശിക്കാർക്കും ഈ 9/2/2025 മുതലുള്ള ഒരാഴ്ചക്കാലം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.